ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് ബദലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവ പ്രാബല്യത്തിൽ വന്നു. ലൈംഗികാതിക്രമം, മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. പൊതുപ്രവർത്തകരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമുള്ള കേസുകളിൽ അപേക്ഷ ലഭിച്ചാൽ 120 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ നിയമത്തിലുണ്ട്. എന്നാൽ വ്യാപക ദുരുപയോഗത്തിന് സാധ്യതയുള്ളതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 150-ാം വകുപ്പെന്നാണ് നിയമവിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യൻ പീനൽ കോഡിലെ 124A വകുപ്പിന്, അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് പകരം കൊണ്ടുവന്ന വകുപ്പാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഈ വകുപ്പ് വിലങ്ങുതടിയാകും. 124A സുപ്രീം കോടതിയെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പകരമാണ് പുതിയ നിയമം. രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾക്ക് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അട്ടിമറി, അരാജക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് കുറ്റമായി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എന്താണ് അട്ടിമറി, എന്താണ് അരാജക പ്രവർത്തനമെന്ന് നിർവചിച്ചിട്ടില്ല. ഇതോടെ പോലീസിന് ഏതും അട്ടിമറിയോ അരാജക പ്രവർത്തനമോ ആയി വ്യാഖ്യാനിക്കാം. അറസ്റ്റ് ചെയ്ത് 60 അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്നതാണ് ഇതുവരെ നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 15 ദിവസത്തേക്ക് മാത്രമേ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ 15 ദിവസത്തെ പരിധി എപ്പോൾ ബാധകമാണ് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. CBI വേഴ്സസ് അനുപം JR കുൽക്കർണി, ദേവേന്ദ്ര കുമാർ വേഴ്സസ് ഹരിയാന എന്നീ 2 കേസുകളിൽ പോലീസ് കസ്റ്റഡി പരിഗണിക്കുന്നത് ആദ്യത്തെ 15 ദിവസത്തേക്കായിരിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അതേസമയം CBI വേഴ്സസ് വികാസ് മിശ്ര കേസിലെ വിധി അനുസരിച്ച് പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കേസുകളിൽ 15 ദിവസത്തിന് ശേഷവും പോലീസിന് കസ്റ്റഡി ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു. CRPCയുടെ സെക്ഷൻ 167(2) വ്യവസ്ഥകളിൽ പരാമർശിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിലൊഴികെ ഒരാളെ 15 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പോലീസിന് കഴിയില്ല. എന്നാൽ ഈ വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ 15 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസിന് സാധിക്കും. ഷീല ബാർസെ, DK ബസു കേസുകളിൽ പോലീസ് ലോക്കപ്പുകൾ പീഡനത്തിൻ്റെയും ഭരണകൂട അതിക്രമങ്ങളുടെയും കേന്ദ്രമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു. CRPCയുടെ സെക്ഷൻ 167(2) കീഴിലുള്ള ഇത്തരമൊരു സംരക്ഷണം 1978 കൊണ്ടുവന്നത് സംസ്ഥാനത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരായ കുറ്റാരോപിതരുടെ അവകാശം കവർന്നെടുക്കാതെ വേഗത്തിലുള്ള അന്വേഷണം ഉറപ്പാക്കാനാണ്. UAPAയുടെ സെക്ഷൻ 43D പോലീസ് കസ്റ്റഡി പരമാവധി 30 ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുന്നു. കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സത്യവാങ്മൂലത്തിൽ കാരണങ്ങൾ വെളിപ്പെടുത്താനും അത്തരം കസ്റ്റഡി ആവശ്യപ്പെടുന്നതിനുള്ള കാലതാമസം വിശദീകരിക്കാനും നിയമം പറയുന്നുണ്ട്. UAPA നിയമങ്ങളെ മറികടന്നുകൊണ്ട് BNSS നിയമം കൂടുതൽ ദൈർഘ്യമുള്ള പോലീസ് കസ്റ്റഡി അനുവദിക്കുന്നുമുണ്ട്. ഇത്തരമൊരു നിയമത്തിൽ പരാമർശിക്കുന്ന സുരക്ഷ എവിടെയാണ്? ചുരുക്കത്തിൽ, കുറ്റാരോപിതരായ വ്യക്തികളുടെ അവകാശങ്ങളിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സുപ്രധാന നിയമചട്ടക്കൂടായി പുതിയ നിയമം മാറുന്നുണ്ട്. വ്യക്തമായ നിയന്ത്രണങ്ങളില്ലാതെ എന്നാൽ പോലീസിന് വിശാലമായ അധികാരങ്ങൾ BNSS നൽകുന്നുണ്ട്. നിയമപാലകരുടെ ഈ ആവശ്യങ്ങളും ആളുകളുടെ വ്യക്തിഗത അവകാശങ്ങളുടെ സംരക്ഷണവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പഴുതുകളില്ലാതെ കുറ്റമറ്റതാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു നിയമത്തെ പുതിയ കാലത്തിന് അനുയോജിക്കുന്ന തരത്തിൽ മാറ്റി നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഫലപ്രദമായാണ് മാറേണ്ടത്. എന്നാൽ ഇവിടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും മറ്റ് 2 നിയമങ്ങളും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയേക്കാവുന്ന സാഹചര്യമാണുള്ളത്. ക്രിമിനൽ നടപടി നിയമം 1973 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി മാറുമ്പോൾ 9 വകുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട്. 160 വകുപ്പുകൾ ഭേദഗതി വരുത്തുന്നു. 9 പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നു. മൊത്തം 533 വകുപ്പുകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. BNSS സ്കീമിലെ നിർണായക പങ്കാളിയാണ് നാഗരിക്. ഒരു നാഗരിക് പരാതിക്കാരനോ ഇരയോ അല്ലെങ്കിൽ പ്രതിയോ ആകാം. അപ്പോൾ എങ്ങനെയാണ് BNSS അതിൻ്റെ മുൻഗാമിയായ CRPCയേക്കാൾ മികച്ചൊരു പരിഹാര സംവിധാനം വാഗ്ദാനം ചെയ്യുന്നത്? പ്രതിപാദിച്ചിരിക്കുന്ന കടമകളും അവകാശങ്ങളും വ്യക്തിസ്വാതന്ത്ര്യവും ഒരു കുറ്റവാളി അന്വേഷിക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനും ശിക്ഷിക്കാനുമുള്ള ഭരണകൂടത്തിൻ്റെ അവകാശത്തിനുമിടയിൽ തികഞ്ഞ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമോ എന്നത് ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിയമത്തിൻ്റെ കരട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള മാറ്റത്തോടെ ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. തുടർന്ന്
2024 ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു.